പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീസരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാളയേശമനുജം പ്രതിഭാവയാമി. സംബുദ്ധരായ സജ്ജനങ്ങളെ, പണ്ടുകാലത്ത് മഹാക്ഷേത്രങ്ങളെല്ലാം നിലകൊണ്ടിരുന്നത്, ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ 5 കാര്യം നമ്മളതിൽ ചിന്തിക്കേണ്ടത്. ഒന്ന്, ആ ക്ഷേത്രത്തിലെ വിഗ്രഹം. ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ പണ്ട് 16 മൈൽ ചുറ്റളവിൽ ഒരു മഹാക്ഷേത്രം ഉണ്ടാവും, അല്ലെങ്കിൽ 20 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ക്ഷേത്രം ഉണ്ടാവും. ഇന്നത്തെ പേരൊന്നും നിൽക്കുന്ന ക്ഷേത്രമായി നോക്കണ്ട. പണ്ട് കാലത്ത് എങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ ആ സംവിധാനം. അപ്പൊ ആ ക്ഷേത്രത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ 5 കാര്യം ചിന്തിക്കണം. ഒന്നാമത്തെ, ആ ക്ഷേത്രത്തിലെ വിഗ്രഹം. ആ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെ ആ 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തെ ജനങ്ങളുടെ രാജകുമാരനാണ്. അപ്പൊ ആ രാജകുമാരന് നമുക്കൊരു പുതിയൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ശമ്പളം ഭഗവാന് കൊടുക്കുന്നു. നല്ലത് എന്ത് കിട്ടിയാലും നമ്മൾ ആർക്കാ കൊടുക്കുക? ഭഗവാന് കൊടുക്കാം. അമേരിക്കൻ പ്രസിഡന്റ് വന്ന, ഇന്ത്യയിൽ വന്ന ഇന്ത്യക്കാരുണ്ടായി ഏറ്റവും നല്ല വസ്ത്രം കൊടുക്കും, ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കും. എന്നുമാതിരി ക്ഷേത്ര സങ്കല്പത്തിൽ ആദ്യം വരുന്ന ആ വിഗ്രഹം ആ ഗ്രാമത്തിന്റെ സകല ഐശ്വര്യത്തിനും കാരണക്കാരനായ ആ വിഗ്രഹമാണ്. ഈ ഒരു തിരിച്ചറിവ് ഇന്ന് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ തിരക്ക്. അതൊരു ക്ഷേത്രം എടുക്കുന്ന ഒന്നാമത്തെ ഗ്രാമത്തിലെ ദേവനാണ്. 2, ക്ഷേത്രമാകുമ്പോ അവിടെ ഉത്സവം ഉണ്ടാവണം. ഗുരുവായൂർ 10 ദിവസം ഗംഭീരമായിട്ട് നടത്തും. ഉത്സവം എന്ന് പറഞ്ഞ ഉത്സവ എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നുണ്ടായത്. അതൊരു ഉത്സാഹം നേരത്തുള്ളൂ. ഇപ്പൊ സാധാരണ നമ്മള് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന മാതിരിയാണോ അഷ്ടമി മണിക്ക് വരുമ്പോ? ഇന്ന് അഷ്ടമി 10 നാമം കൂടി നമ്മുടെ മനസ്സ് സാധാരണ ക്ഷേത്രങ്ങളിൽ പോകുന്ന മനസ്സല്ല ഈ ഉത്സവകാലത്ത് നമുക്ക് പോകുമ്പോ. അപ്പൊ ഉത്സവകാലത്ത് ഒരു ഉത്സാഹം നമുക്കുണ്ടാവും. അപ്പൊ മനസ്സിന്റെ ഉത്സാഹം വളർത്താൻ ഒരു ക്ഷേത്രമാണെങ്കിൽ അവിടെ ഉത്സവം നടക്കുന്നുണ്ട്. ഇതും ഗുരുവായൂർ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ, പ്രസാദൂട്ട. പ്രസാദൂട്ട പറഞ്ഞാൽ പ്രസാദം വെച്ച കാരുണ്യം എന്നാണ്. ഈ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കാരുണ്യം. ഇപ്പൊ പല ആൾക്കാരും പറയാറുണ്ട്, അമ്പലത്തിൽ പോകാൻ ആളില്ല, പ്രസാദ് ഒരു കുഴപ്പമില്ല. ഭഗവാന്റെ കാരുണ്യം നേടാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കണം. അവർക്കും ഭക്തിയുണ്ട്. അതും ഗുരുവായൂർ നല്ല രീതിയിൽ നടക്കുന്നു. പിന്നെ 4ാമത്തെ, ഒരു ക്ഷേത്രമാണെങ്കിൽ അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാവും. ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾ അറിയുന്ന, ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്ന, നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു കമ്മിറ്റി അവിടെ ഉണ്ടായിരിക്കും. അതും ഗുരുവായൂരുണ്ട്. അപ്പൊ ക്ഷേത്ര ആചാരങ്ങൾ അറിയുന്ന, ക്ഷേത്രം കൊണ്ടു നടക്കാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള ഒരു കമ്മിറ്റിയും ക്ഷേത്രത്തിൽ വേണം. പണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഒരു പുഷ്പാഞ്ജലി സ്വാമിയോടും കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ ജനകീയ കമ്മിറ്റിയല്ലോ. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം തന്ത്രി, ക്ഷേത്രം ഊരാളൻ, ഈ 2 പേര് നിർബന്ധം. ഈ 2 പേരില്ലാണ്ട് ഒരു ക്ഷേത്രം മുന്നോട്ട് പോകില്ല. പ്ലസ് ഇന്ന് ജനകീയമായിട്ടൊരു കമ്മിറ്റി. അപ്പൊ ഇവര് 2 പേരാണ് ആ ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളെ കൃത്യമായി പാലിച്ചു പോരുന്നത്, ശ്രദ്ധ പതിപ്പിക്കുന്നത്. അത് ഗുരുവായൂർ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ക്ഷേത്രത്തിൽ ഒരു തന്ത്രിയുണ്ട്, ക്ഷേത്രത്തിൽ ഊരാളുണ്ട്. അവര് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് ജനങ്ങൾ ധാരാളം വന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനിയാണ് ഏറ്റവും വലിയ 5ാമത്തെ ഘടകം. ആദ്യത്തെ എന്താണ്? വിഗ്രഹം. 2ാമത്തെ ഉത്സവം. 3ാമത്തെ പ്രസാദൂട്ട്. 4ാമത്തെ കമ്മിറ്റി. 5ാമത്തെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തജനങ്ങള്. ഭക്തജനങ്ങള് ഗുരുവായൂരിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോ തെറ്റായ പ്രാർത്ഥനകൾ ഉണ്ടാകുമ്പോ ആ തെറ്റായ പ്രാർത്ഥനകളിൽ നിന്നും ആ ക്ഷേത്ര ചൈതന്യത്തിന് ലോപം വരും. ചുരുക്കം പറയുകയാണെങ്കിൽ 1-ാം തീയതി അടുത്ത മാസം മുതൽ ഞാൻ നന്നാവാൻ തീരുമാനിച്ചു പറയും, നന്നാവാൻ പോണില്ല. ഇതിനെ തെറ്റില്ല, ഇന്നത് കിട്ടുന്നത് കൊടുക്കാം. അപ്പൊ ഭഗവാനോട് നമ്മൾ തെറ്റായ പ്രാർത്ഥന ചെയ്യുമ്പോ, ഭക്തജനങ്ങള് ക്ഷേത്രത്തിൽ നിന്ന് തെറ്റായ പ്രാർത്ഥനകൾ ചെയ്യുമ്പോ അതില് ആ ചൈതന്യത്തിന് ലോപം വരും. ഇങ്ങനെ ചൈതന്യത്തിന് ലോപം വരും എന്ന് പറയുമ്പോ എന്താ? അധർമ്മം കൂടുന്നു, അസത്യങ്ങൾ കൂടുതൽ. ഇങ്ങനെ കുറെ കഴിഞ്ഞ് നമുക്കറിയാം, ഏത് മഹാക്ഷേത്രം നമ്മൾ എടുത്തോളൂ, 50 വർഷം കഴിഞ്ഞാൽ അഗ്നിക്കിരയാവും.
അഗ്നി ബാധിച്ച് നമ്മൾ പറയും അയ്യോ എന്താ വലിയ പ്രശ്നമില്ല. അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ തെറ്റായ പ്രാർത്ഥനകളെ, ആ മാലിന്യങ്ങളെ അഗ്നിക്കിരയാക്കുമ്പോ ആ ക്ഷേത്രം വലുതാവും. ഗുരുവായൂർ ക്ഷേത്രം അഗ്നിക്കിരയാക്കുന്നുണ്ട് അല്ലേ? തിരുവല്ലാമലുണ്ടായിട്ട്, തിരുപ്പതിയുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. അത് ക്ഷേത്രങ്ങളെല്ലാം അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തെറ്റായ പ്രാർത്ഥനകളെ അത് നശിപ്പിക്കുമ്പോ അവിടെ ചൈതന്യം വർദ്ധിക്കും. അപ്പൊ അമ്പലത്തിൽ ധാരാളം ആൾക്കാർ വരാൻ കാരണമാകുന്നു. അതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ. അമ്പലം അഗ്നിക്കിരയായതിനു ശേഷം അതുവരെ ഉണ്ടായ തെറ്റായ ആ പ്രാർത്ഥനകൾ നശിപ്പിച്ചപ്പോ അമ്പലം ഉയർന്നു. അതുപോലെ തന്നെ ഗുരുവായൂരപ്പന്റെ പ്രസക്തി പ്രത്യേകിച്ച് അറിയാം. ഗുരുവായൂരിന് ധാരാളം ആൾക്കാർ പോകുന്ന ഗുരുവായൂരപ്പന്റെ പ്രസക്തി പോകുമ്പോ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വരികയാണ്. അങ്ങനെ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ബാക്കി ഗുരുവായൂരപ്പന് ഏത് ലെവലിൽ, ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ശംഖ്, ചക്രം, ഗദ, പത്മം, ദൗസ്തവം, വനമാല, ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഏത് ലെവലിലെ ഗുരുവായൂരപ്പൻ എല്ലാവരും കൃഷ്ണനായിട്ടാ പറയാലോ അല്ലെ? അത് ഗുരുവായൂർക്കാരൊക്കെ ചിലർ കൃഷ്ണൻ, പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ കണ്ണൻ എന്ന് പറയും, ചിലർ കിച്ചു എന്ന് പറയും. ഇതെന്താണെങ്കിൽ ഏത് ലെവലിലാണ് നമ്മൾ ഭഗവാനെ കാണിച്ച ആ ലെവൽ. അതാണ് ഗുരുവായൂരപ്പനെ ഒന്നുകൂടിയും ആകർഷിക്കുന്നത്. അതായത് ഗുരുവായൂരപ്പന്റെ ആണെങ്കിൽ കൂടി നമ്മൾ കൃഷ്ണനായിട്ട് കാണുന്നു, കണ്ണനായിട്ട് കാണുന്നു. ഇത് ജനങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നു. ഇതെല്ലാം തന്നെ ഗുരുവായൂരിൽ നിന്നും ഈ ഗുരുവായൂരപ്പന്റെ ആ കാര്യങ്ങളെല്ലാം തന്നെ ഓരോ തലമുറ മാറി മാറി വരുമ്പോൾ ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നറിയാം മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഗുരുവായൂരിൽ തിരക്ക് കൂടും. കാരണം ഗുരുവായൂർ വന്ന് ഗുരുവായൂരപ്പനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം ചെന്ന ഒരു മനോഭാവം, അതായത് നമ്മുടെ മനസ്സിലുള്ള എല്ലാത്തിനും യാതനകളെയും വേദനകളെയും തളരാതെ പതറാതെ നശിപ്പിക്കുവാനുള്ള ഒരു ആർജവം, ഒരു ശക്തി ഈ വൈശാഖ മാസത്തിൽ അടക്കുന്നത് കൂടുതൽ ലഭിക്കുന്നു. അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തെ പോലുള്ള മഹാക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ജനങ്ങളുടെ തിരക്ക് കൂടി വരുന്നു. നിങ്ങൾക്കാർക്കും വളരെ നന്ദി, നമസ്കാരം. പുതിയൊരു